മിനിഞ്ഞാന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, പ്രധാനമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിന് പകരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടനം നടത്തി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ MLA സ്ഥാനം രാജിവെച്ച് പോയി എന്നാണ് വിചാരിച്ചത്. കാരണം സഭയിൽ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. ഏതായാലും ഇന്നലെങ്കിലും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതിൽ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. മറ്റൊരു കാര്യം, ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തു നിന്ന് ചില ആളുകൾ കോൺഗ്രസിന്റെ പാളയത്തിൽ വന്ന് UDFന്റെ പിന്തുണയോടുകൂടി വിജയിച്ചു. കുഞ്ഞികൃഷ്ണനാണെങ്കിലും അവരൊക്കെ പരനാറികളാണെന്നാണ് പാലോടി പറയുന്നത്, ഒരു മുതിർന്ന നേതാവ്. മറ്റൊരു കാര്യം, PA മധുസൂദനന്റെ നേതൃത്വത്തിൽ അവിടെ അക്രമ സംഭവങ്ങൾ പയ്യന്നൂരിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അവർ കൂടുതൽ ഒറ്റപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. അതാണല്ലോ മറ്റേ UDFകാരെ സംസ്കാരം പഠിപ്പിക്കാൻ വരുന്ന ചില വിദ്വാന്മാർ, അവരുടെ നേതാക്കന്മാരുടെ ഭാഷ്യമാണിത്. പക്ഷേ പാലോളി മുഹമ്മദ് കുട്ടി അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു ഷോക്കിംഗ് ന്യൂസാണ്. കാരണം ഞങ്ങളൊക്കെ അദ്ദേഹത്തിനെ കേരള രാഷ്ട്രീയത്തിലെ ഒരു തലമുതിർന്ന കാരണവരായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഒരിക്കലും വരാൻ പാടില്ലാത്ത. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ മിനിഞ്ഞാന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയുണ്ടായി. ഇത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും, പ്രധാനമന്ത്രിമാരുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിന് പകരം ഏതെങ്കിലും പാർട്ടി ഓഫീസിലേക്ക് മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകടനം നടത്തി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചത് രാജീവ് ചന്ദ്രശേഖരൻ MLA സ്ഥാനം രാജിവെച്ച് പോയി എന്നാണ് വിചാരിച്ചത്. കാരണം സഭയിൽ മഷിയിട്ട് നോക്കിയിട്ട് കണ്ടില്ല. ഏതായാലും ഇന്നലെങ്കിലും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടതിൽ ഒരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ വീണ്ടും ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഇന്നലെ തിരുവനന്തപുരത്തുണ്ടായി. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അത് വളരെ തെറ്റായിപ്പോയി. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല. ഇല്ല, അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ഞാൻ പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഇനിയും ഞങ്ങളുടെ ജാഥ ഉണ്ടാവും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ജാഥയുണ്ടാവും. പക്ഷെ അതിനൊക്കെ തിരിച്ച് KVC ഓഫീസിലേക്ക് വന്നാൽ പ്രവർത്തകർ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. ഞങ്ങളവരോട് പറഞ്ഞിട്ടുണ്ട് ആത്മസംയമനം പാലിക്കാൻ. അത് എത്ര കാലം ഞങ്ങൾക്ക് പ്രവർത്തനം പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, അവരെന്താ അറിയോ, അവരുടെ അകത്തുള്ള കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയ കാശിൽ എത്രമാത്രം അടിച്ചു മാറ്റി എന്നുള്ള ചർച്ചയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്. 10 കോടി കിട്ടിയവർ 2 കോടിയെ ഫീൽഡ് ഇറക്കിയുള്ളൂ എന്നൊക്കെ അവർ തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അവരുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഏർപ്പാട് വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഉള്ള സീറ്റും കൂടെ അടുത്ത ഇലക്ഷനോടെ നഷ്ടപ്പെടുന്നത് മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ.